ഇപ്പോഴത്തെ ട്രെൻഡായിരിക്കുന്ന പാൽക്കപ്പയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞനുസരിച്ച് ഞാൻ വീണ്ടും ഒരു പാൽക്കപ്പ റെസിപ്പി ഇട്ടതാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാൽക്കപ്പ ഉണ്ടാക്കുന്ന ഒന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ കപ്പ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കപ്പയെല്ലാം വെച്ച് ഞാൻ വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1.5 കപ്പ് തേങ്ങ ചുരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല കുറുകിയ 1/4 പാല് നമുക്കൊരു 1.5 കപ്പ് എടുക്കാം. നമുക്ക് ഈ കപ്പയൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമെല്ലാം ഒന്ന് ഊറ്റി വീണ്ടും ഈ പാത്രത്തിൽ തന്നെ എടുക്കാം. 1.5 കപ്പ് തേങ്ങ നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം. കപ്പ നമ്മൾ വെള്ളമെല്ലാം ഊറ്റി പാത്രത്തിലേക്ക് തിരിച്ചിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറിയ തേങ്ങാപ്പാലാണ്. ആദ്യം ഇത് തിളപ്പിക്കുക ഒന്നും ചെയ്യരുത്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കണം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടെ കൊടുക്കണം. താളിക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ ആ ചതച്ചെടുത്തിരുന്ന ഉള്ളിയും പച്ചമുളകും ചെറുജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. വഴന്നു വന്ന ഈ ഉള്ളി കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള പാൽക്കപ്പ റെഡിയായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബായ്.